അപ്പം നമ്മളിന്ന് ഞാനിന്ന് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഒരു സ്ഥലത്തോട്ട് പോവാം. അങ്ങനെയല്ല ഏകദേശം ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണത്. അപ്പം ഇവിടെ ആരാ ഉള്ളേ? ആദർശ്. ഇവരൊക്കെ എന്നെ കൊണ്ടാക്കാൻ വരും. ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ഇത് ആദർശ് വരച്ച പടമാണ്. അപ്പം ഞാൻ ചെന്നൈയിലാണ് പോണത്. എന്നിട്ട് നമ്മളവിടെ നിന്ന് ബാംഗ്ലൂർ പോകും കുറച്ച് ദിവസം കഴിഞ്ഞ്. അപ്പം ഞാൻ പോണതിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്നിട്ട് കുറച്ചേരം കഴിയുമ്പോൾ കരയണത് കാണാം, മോങ്ങണേ. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ 3 ദിവസത്തെ ടൂറിന് എന്നെ ഓട്ടോയിലിരുന്ന് പറയാം, ജൂലിയ ചേച്ചിയുടെ ചേട്ടനൊക്കെ എന്തൊരു ഭാഗ്യം, ജൂലിയ ചേച്ചി ടൂർ പോണില്ല. ആ സാധനമാണ് ഇവൻ. അപ്പം ശരി, അപ്പം നമുക്കിനി അപ്പയുടെ അടുത്തൊക്കെ പോകാം. അപ്പം നമ്മളാണെങ്കിൽ ഇനി കുറേ നാൾ വണ്ടി ഓടിക്കാനൊക്കെ പറ്റാത്തതുകൊണ്ട് വണ്ടിയൊക്കെ ഒരു റൗണ്ട് ഓടിച്ചു. പിന്നെ അപ്പുറത്ത് വീട്ടിലൊക്കെ പോയി പറഞ്ഞു, നമ്മുടെ ബന്ധുക്കളിലൊക്കെ. അപ്പം നമുക്ക് 8:30ക്കാണ് ബസ്. 8:30ക്കാണ് ബസ്. അപ്പം നമ്മൾ ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകും. ബായ്. അപ്പയ്ക്ക് ഞാൻ പോകുമ്പോൾ തന്നെ വിഷമം ഉണ്ടാവും? എനിക്കെന്തിനാ വിഷമം? എനിക്കൊരു വിഷമമില്ല. എപ്പോഴും എല്ലാവരും എവിടെയെങ്കിലും പോയി ജീവിക്കാൻ. എവിടെ പോയാലും നോ പറയേണ്ടടുത്ത് നോ പറയണം, എസ് പറയേണ്ടടുത്ത് എസ് പറയണം, കണ്ണു തുറപ്പിക്കാനും നമ്മളെപ്പോഴും റെഡി ആയിട്ടിരിക്കുക. ഒറ്റ നോട്ടത്തിൽ നമ്മളുടെ സ്വഭാവം അവർ മനസ്സിലാക്കണം. അവരുടെ വേറെ ഒന്നുമല്ല. അതൊന്നും പറയാനില്ല. ആരായാലും ശരി, ഒറ്റ ഫസ്റ്റ് ടൈം തന്നെ പറയേണ്ടത് പറയണം. രണ്ടാമതൊരു അവസരം നീ ആവുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ തോൽവി ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഫസ്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡിലേക്ക് വെക്കരുത്. എന്ത് കാര്യം ഫസ്റ്റ് തന്നെയാണ് എപ്പോഴും. വേറെ ഞാൻ പോണതിൻ്റെ വിഷമം എന്തിനാ? എവിടെ പോയാലും അല്ലെങ്കിൽ എന്നും ഒന്നും ഇവിടെ ഇരിക്കാനുള്ളതാ. ഒക്കെ വല്ലയിടത്തും പോയി ജീവിക്കാനുള്ളതല്ലേ. എവിടെയെങ്കിലും പോയി മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി, സുഖമായിട്ട്. ശരി, ഒഴിവാക്കണം. നമ്മൾ പിടിച്ചു വെച്ചിട്ട് വല്ല കാര്യമില്ല. എല്ലാവരും ഇപ്പം നിന്നെ ബാംഗ്ലൂർക്ക് വിട്ടില്ല. അതുകൊണ്ട് അപ്പൂക്കുട്ടൻ ചേട്ടൻ മുതലേ പറഞ്ഞ പിള്ളേരൊക്കെ വല്ലയിടത്തും പോയി ജീവിക്കട്ടെ സുലോചനെ. നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പിള്ളേരൊക്കെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. വെച്ചിട്ട് അത് തന്നെയാണ് പറഞ്ഞത്. പിള്ളേരൊക്കെ പുറത്തേക്ക് പോട്ടെ ചേച്ചി. നമ്മൾ പിടിച്ചു വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് അവർക്ക് ജീവിക്കാൻ അറിയാണ്ടാവും. ശരിയാ. കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ജീവിക്കും. എന്നാ ചോറ് കഴിക്കാൻ പാ. സമയം എത്രേ? 7:15. ഭക്ഷണം കഴിച്ചിട്ട് ടാറ്റ തെച്ചോ. ടാറ്റ ആൻറ്റി. ടാറ്റ ദേവു. അപ്പൻ ആദർശം വരും. ടാറ്റ. ടാറ്റടാ. ഇതാണ് ഗൈസ്, നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം അടിപൊളി രസമാണ് കാണാൻ. കാണിച്ചു ഞാൻ ആദ്യമായിട്ടാണ്
4 പേരുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ടെൻഷൻ. കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പം നമ്മൾ രാവിലെ എത്ര മണിയായപ്പോൾ ഒരു 7:30 ആയപ്പോൾ ചെന്നൈയിലൊക്കെ എത്തി. ഇപ്പം നമ്മൾ സന്ധി ചേച്ചിയുടെ വീട്ടിലാണ്. ഇതാണ് തനു. ഇനി ഇവൾക്ക് ഒരു ചേച്ചിയുണ്ട്, സോനു. അവൾ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ വന്നു, കുളിച്ച് ഫുഡൊക്കെ കഴിച്ച്. അതെ, ഇനി ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട്. അതെന്താണെന്നറിയോ? കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഇത്രയും വലിയ പാവയുണ്ട്. ഇതെൻ്റെ അത്ര ഉണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂള. അത് നാഷണൽ ഹൈവേ പോണ്ടിച്ചേരി വഴി. അപ്പോൾ നമ്മളിനി സോനുവിനെ കൂടി കാണിച്ചിട്ട് പിന്നെ അത്രേ ഉള്ളൂ. ഇനി നമ്മളിവിടെ വന്നിട്ട് കറങ്ങാനൊക്കെ പോകുമ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമ്മളിത് ഇവിടെ ലിറ്റിൽ മെർമെയ്ഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയൊക്കെ ഉള്ളൂ ഒറ്റയ്ക്ക് വന്നതിൻ്റെ എക്സ്പീരിയൻസ്. അത് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് സോനു. അപ്പോൾ ഇതാണ് സന്ധ്യ ചേച്ചിയുടെ മൂത്ത മോൾ. ഇവളെ വരാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയൊക്കെ വന്നു. ഞാൻ പിന്നെ ഫുൾ ഉറക്കമായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് നമുക്ക് നടന്നുകൊണ്ട് ഒറ്റയ്ക്ക് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ആൾക്കാരും കൂടെ ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണേ. എനിക്കാണെങ്കിൽ ബസ്സിൽ കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഛർദ്ദിക്കാൻ വരലും എന്തൊക്കെയോ അസ്വസ്ഥത, ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായി. അതുകൊണ്ട് ഞാൻ ഫോണൊന്നും അധികം എടുത്തില്ല. എനിക്ക് അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവാറില്ല. ഇതിപ്പോൾ എന്തോ ഞാൻ കുറേ ഫുഡ് കഴിച്ചിട്ടാണ് കയറി, അതുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എത്തി. നമ്മൾ പിന്നെ എന്താ കിടന്ന് ഉറങ്ങി, ഫുൾ ഫുഡ് കഴിച്ചു, ഉറങ്ങി. അതെ, ലിറ്റിൽ മെർമെയ്ഡ് കണ്ടു. അങ്ങനെ ഇപ്പം നമ്മളൊരു 10 മണിയായപ്പോൾ നടക്കാൻ ഇറങ്ങിയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ട്രാവൽ ചെയ്തതിൻ്റെ. ഇവൾക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം, തമിഴിലെ വീഡിയോസ് കാണാൻ. അപ്പം ഇനി എന്താ, ഇനി അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി നാളെ എവിടെയൊക്കെ പോയി എന്നൊക്കെയുള്ള വീഡിയോ കാണിക്കാം. അപ്പം അതുവരെ ബായ്.